ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും തൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ്. ആ അധ്വാനം ഈ ലോകത്തിലെ ഏതെങ്കിലും അധ്വാനമല്ല. ഈ ലോകത്തിലെ ഏതെങ്കിലും പാടത്ത് പണിയെടുക്കുന്നവനോ അല്ലെങ്കിൽ വെയിലത്ത് പണിയെടുക്കുന്നവരെ ഉദ്ദേശിച്ചല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പാപഭാരം, പാപം മാറുവാൻ വേണ്ടി അധ്വാനിക്കുന്നവർ. ദൈവത്തിൻ്റെ സ്തോത്രം. ആ തലമുറയിലെ ജനം നിർജീവ പ്രവൃത്തികളിൽ ആശ്രയിച്ച് ദൈവവുമായുള്ള ബന്ധമില്ലാതെ ന്യായപ്രമാണത്തിൽ രസിച്ച് ജീവിക്കുന്നവരായിരുന്നു. അവർക്ക് ജയമില്ലായിരുന്നു. പാപത്തിന്മേൽ ജയം വാസ്തവത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട സത്യമാണ്. അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. ആ സമൂഹം അനുഭവിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് അവരെ വേദനയോടെ വിളിച്ചത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഭാരം ചുമക്കുക, പാപത്തിൻ്റെ ഭാരം ചുമക്കുക, അധ്വാനിക്കുക, പാപം മാറുവാൻ അധ്വാനിക്കുക. ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ, വചനം പറയുന്ന ഈ മനുഷ്യൻ പാപം മാറുവാൻ ഏറെ അധ്വാനിച്ചവനാണ്. അതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഇന്ന് ലജ്ജയാണ്. എന്തെല്ലാമാണ് പാപം മാറുന്നതിന് വേണ്ടി ഞാൻ ചെയ്തു കൂട്ടിയത്. പക്ഷേ പാപം മാറിയിരുന്നില്ല. പാപത്തിന്മേൽ ജയം കിട്ടിയിരുന്നില്ല. ഞാൻ അലഞ്ഞും വലഞ്ഞും പോയി. ഞാൻ യുവത്വത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ പാപവും വളർന്നു വന്നു. ഞാൻ ആദ്യമൊക്കെ നല്ലതുപോലെ അധ്വാനിച്ചു. പക്ഷെ ജയം കിട്ടാതെ വന്നപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ചു, മനുഷ്യനായാൽ പാപത്തിന്മേൽ ജയം കിട്ടുകയില്ല. ഈ പാപത്തിൽ ജീവിക്കാനേ മനുഷ്യനെ കൊണ്ട് കഴിയൂ. ഞാൻ നിരാശയിലേക്ക് പോയി. പാപത്തിനായി എന്നെ തന്നെ വിട്ടുകൊടുത്തു. ഞാൻ ഈ തലമുറയിൽ പാപത്തോടെ തന്നെ ജീവിച്ചവനാണ്. 30 വയസ്സുവരെ ഞാനങ്ങനെ ജീവിച്ചവനാണ്. ഞാൻ ക്രൈസ്തവനായി ജനിച്ചവനാണ്. ഞാൻ മാമോദിസ ഏറ്റവനാണ്. ഞാൻ ദൈവാലയത്തിശ്രമായി പോയവനാണ്. ആരാധനയുണ്ട്, ചടങ്ങുകളുണ്ട്, ആചരണങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ പാപം മാറിയിരുന്നില്ല. എൻ്റെ അധ്വാനത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ പാപഭാരത്താൽ ഞാൻ വരഞ്ഞവനായിരുന്നു. ദാവീദ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. ദാവീദ് യിശ്ശായിയുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയവനായിരുന്നു. ഒരു ദരിദ്രബാലനായിരുന്നു. ആടുകളെ മേയ്ക്കുന്നവനായിരുന്നു. എന്നാൽ അന്ന് ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ദാവീദിന് ജയജീവിതം കിട്ടിയിരുന്നു. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചു. ദാവീദ് സിംഹത്തെയും കരടിയെയും ജയിച്ചു. എന്നാൽ ദാവീദും ഒരു മധ്യവയസ്സ് കഴിഞ്ഞപ്പോൾ, നര ബാധിച്ചു തുടങ്ങിയപ്പോൾ പാപത്തിലേക്ക് വീണുപോയി. ദാവീദ് പാപത്തിൽ വരഞ്ഞുപോയി. 51-ാം സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ദാവീദിന് ന്യായമൊന്നും പറയാനില്ല. സ്വന്തം നന്മകളെക്കുറിച്ചൊന്നും മിണ്ടാനില്ല. ദാവീദ് സിംഹാസനത്തിൽ രാജാവായിരിക്കുമ്പോൾ ദാവീദിന്റെ അടുക്കലേക്ക് നാഥാൻ പ്രവാചകൻ കടന്നു വന്നു. പാപബോധമില്ലാതെ, കണ്ണുനീരില്ലാതെ, ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്, രാജാവായി വാഴുന്നുണ്ട്, എല്ലാമുണ്ട്. കണ്ണുനീരില്ല, പാപബോധമില്ല, തകർന്ന ഹൃദയമില്ല, നാവിൽ സ്തുതിയില്ല. എല്ലാം അനുഭവിച്ചതാണ്, ദാവീദിനുണ്ടായിരുന്നതാണ്. എല്ലാം നിന്നുപോയി. ഇതെല്ലാം കണ്ട വേദനയോടെ കണ്ടുകൊണ്ടിരുന്ന സ്നേഹവാനായ ദൈവം തൻ്റെ പ്രവാചകനായ നാഥാനെ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, എന്നും ദൈവം, സ്നേഹമായ ദൈവം നമ്മെ ഓരോരുത്തരെയും സന്ദർശിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും ആയിരിക്കുന്നിടത്തേക്ക് ആ നിത്യനായ ദൈവം കടന്നു വന്ന് നമുക്ക് പാപോർത്തരൻ അധ്വാനിക്കുന്നുണ്ട്. നമുക്ക് ഹൃദയത്തെ താഴ്ത്തിക്കൊണ്ടിരിക്കാം. ആ നാഥാൻ പ്രവാചകൻ കൊട്ടാരത്തിൽ വന്ന് രാജാവിനോട് മറപൊരുളായി സംസാരിച്ചതിന് ശേഷം പാപബോധം കിട്ടാതെ ഇരിക്കുന്ന ദാവീദിൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ.
ആ മൂർച്ചയേറിയ വചനത്തിൻ്റെ മുൻപിൽ, നാഥാൻ പ്രവാചകൻ പറഞ്ഞ വചനത്തിൻ്റെ മുൻപിൽ ദാവീദ് ഭയന്ന് വിറച്ചു. ദാവീദ് സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ദാവീദ് കയ്യിലിരുന്നതായ പൊൻചെങ്കോൽ താഴെ വെച്ചു. ദാവീദിൻ്റെ തലയിലിരുന്നതായ രാജകീയ കിരീടം ഊരിവെച്ചു. ദാവീദ് ധരിച്ചിരുന്നതായ രാജകീയ അങ്കി ഊരിവെച്ചു. ദാവീദ് തറയിൽ മുട്ടുകുത്തി. ദാവീദ് പൊട്ടിക്കരയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഇരുന്നുകൊണ്ട് എഴുതുന്നതാണ് ഈ 51 സങ്കീർത്തനം. പാപബോധം കിട്ടിയ ദാവീദ് കണ്ണുനീര് കൊണ്ട് കഴുകി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കോടും എന്നോട് കൃപയുണ്ടാകണമേ. ദൈവത്തിൻ്റെ ദയയിൽ ആശ്രയിക്കുകയാണ്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുകയാണ്. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കോടും എന്നോട് കൃപയുണ്ടാകണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. പാപത്തിൻ്റെ ഭാരം, ജീവിതത്തിൽ പാപമുണ്ടോ എന്നറിയാം, പാപം വന്നുപോയി എന്നറിയാം. ഒന്നിനു പുറകെ ഒന്നായി അനേകം പാപങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ദാവീദിനെ പിടികിട്ടി. നാഥാൻ പ്രവാചകൻ്റെ വാക്കുകൾ ദാവീദിൻ്റെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. ദാവീദ് അലമുറയിട്ട് കരഞ്ഞു. പാപബോധം കിട്ടിയ ദാവീദ് മുഴങ്കാലിരുന്നു കൊണ്ട് 51 സങ്കീർത്തനം മുഴുവനും ദൈവസന്നിധിയിൽ ധ്യാനിച്ചു. പാപമോചനത്തിൻ്റെ സൗഖ്യവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ദാവീദ് എഴുന്നേറ്റു. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ ദാവീദ് ദൈവത്തോട് പറയുന്നത് ദൈവത്തിൻ്റെ ദയയിൽ ആശ്രയിച്ചുകൊണ്ടാണ്, അവൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ദാവീദ് ഇതെല്ലാം പറയുന്നത്. ദാവീദ് 51 സങ്കീർത്തനം അത് ധ്യാനിച്ച് കഴിഞ്ഞ് ദാവീദ് എഴുന്നേറ്റിട്ട് വീണ്ടും ദാവീദ് അവിടെ തന്നെ വീണ്ടും മുട്ടുകുത്തി. ജയം അനുഭവിച്ച ദാവീദ്, പാപമോചനത്തിന് സൗഖ്യം അനുഭവിച്ച ദാവീദ് നന്ദിയുള്ള ഹൃദയത്തോടെ വീണ്ടും അവിടെ മുട്ടുകുത്തി എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. എന്നിട്ട് വീണ്ടും ഉടനെ ധ്യാനിക്കുന്നതാണ് 32 സങ്കീർത്തനം. 32 സങ്കീർത്തനത്തിന് ശേഷം പിന്നീട് ദാവീദ് ധ്യാനിക്കുന്നത് 38 സങ്കീർത്തനമാണ്. 38 സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയും, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിലെ ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു. പാപപുരത്താൽ തളർന്നുപോയ ദാവീദ്, കണ്ണുകാഴ്ചയില്ലാതെ പാപത്തിൻ്റെ ആഴക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോയ ദാവീദ് ദിവസനിരുന്ന് കരയുകയാണ്, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ ഞരക്ക നിമിത്തം ഞാൻ അലറുന്നു. ദൈവവേദിലേ, നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന ബോധ്യം നിനക്ക് കിട്ടിയോ? അത് ദൈവസന്നിധിയിൽ നിന്ന് നീ പ്രാപിച്ചുവോ? അത് നിങ്ങൾ ഓരോരുത്തരും വാസ്തവമായി ശ്രദ്ധിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്, അത് അനുഭവിക്കേണ്ടതാണ്. അത് അനുഭവിക്കുന്നില്ലെങ്കിൽ മറ്റെന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സമാധാനം കിട്ടുകയില്ല, ഹൃദയ സമാധാനം കിട്ടുകയില്ല. അന്നത്തെ ഇസ്രായേൽ ജനത്തിന് ഹൃദയ സമാധാനം ഇല്ലായിരുന്നു. ദാവീദ് പ്രാർത്ഥിച്ചു. ദാവീദ് വീണ്ടും പ്രാർത്ഥിച്ചു. 34 സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം ദാവീദ് പറഞ്ഞു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്നും രക്ഷകനായ ക്രിസ്തു നമ്മുടെ അരികിലുണ്ട്. ഹൃദയം നുറുങ്ങിയവരുടെ സമീപസ്ഥനായ യേശുവുണ്ട്. മനസ്സ് തകർന്നവരെ രക്ഷിക്കാനവനുണ്ട്. എന്നാൽ ദൈവത്തിലേ നിനക്ക് കണ്ണുനീരുണ്ടോ? നീ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യ ബോധം നിനക്കുണ്ടോ? ചടങ്ങുകളുണ്ട്, ആചരണങ്ങളുണ്ട്, പ്രാർത്ഥനകളേറ്റ് ചെല്ലുന്നുണ്ട്, മനുഷ്യൻ നോക്കുമ്പോൾ ഒന്നാന്തരം ഭക്തരെ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. എന്നാൽ യഹോവ അതിൻ്റെ അരികിലേക്ക് വരണമെങ്കിൽ, നിത്യനായ ദൈവത്തിൻ്റെ അരികിലേക്ക് വരണമെങ്കിൽ തകർന്ന ഹൃദയം വേണം. അത് വളരെ വ്യക്തമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ വാഗ്ദത്തമാണത്. അത് ദൈവിക വാഗ്ദത്തമാണ്. നിങ്ങൾക്കത് ഇന്നും പ്രാപിക്കാം. ഇന്നും നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാനൊരു പാപിയെന്ന് അംഗീകരിക്കുന്നു, തകർന്ന ഹൃദയത്തോടെ ഞാൻ ശരീരത്തിലേക്ക് വരുന്നു, നീ എൻ്റെ അരികിലേക്ക് വരണമേ. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതൊരു യോഗ്യതയും വേണ്ട. തകർന്ന മനസ്സ്, ഞാനൊരു പാപിയാണെന്നുള്ള വാസ്തവമായ ബോധ്യം, വേറൊരു പാരമ്പര്യവും വേണ്ട, ഒരു പദവിയും വേണ്ട, വേറെ യാതൊരു കുടുംബ മഹിമയും വേണ്ട, പണവും വേണ്ട, പ്രതാപവും വേണ്ട, വിദ്യാഭ്യാസവും വേണ്ട, ഡിഗ്രിയും വേണ്ട. തകർന്ന മനസ്സ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നവന് വാഗ്ദത്തമാണ്. നിങ്ങൾക്ക് വാഗ്ദത്തങ്ങളിൽ നിന്ന് വിശ്വസിക്കാമോ പ്രിയപ്പെട്ടവരെ? 51 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയും, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എൻ്റെ മുമ്പിൽ
എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. എൻ്റെ ലംഘനങ്ങളെല്ലാം ഞാൻ കാണുന്നു. എല്ലാം എൻ്റെ കണ്ണിന് മറഞ്ഞു പോയിരുന്നു. എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അത്യന്ത കൃപയാൽ അവൻ്റെ അത്യത്ഭുത ശക്തി എന്നിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉൾക്കണ്ണുകളെ തുറന്നു കിട്ടി. ഞാൻ എൻ്റെ ലംഘനങ്ങളെല്ലാം അറിയുന്നു. എൻ്റെ ദൈവത്തോട് ചെയ്തതായ ഓരോ പാപങ്ങളും ഞാൻ അറിയുന്നു. ആ പാപങ്ങളെല്ലാം എൻ്റെ മുൻപിലിരിക്കുന്നു. ഒരു കാലത്ത് ദാവീദിൻ്റെ മുമ്പിൽ ദൈവമായിരുന്നു. ദൈവത്തെ കണ്ടുകൊണ്ട് ദാവീദ് ജയജീവിതം അനുഭവിച്ചതാണ്. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ പാപം എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എൻ്റെ പാപങ്ങൾ എൻ്റെ മുൻപിൽ നിരന്ന് നിൽക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. പാപമോചനം പ്രാപിക്കാത്ത ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ അനുഭവമാണത്. പാപത്തിൻ്റെ കരുനിഴൽ നമ്മെ പിന്തുടരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയതായ പാപത്തിൻ്റെ കരുനിഴലുകൾ ഓരോരുത്തരെയും പിന്തുടരുന്നു. ഓർക്കുക, പിശാച് കുറ്റബോധം തരുന്നു, കർത്താവ് പാപബോധം തരുന്നു. ശത്രുവായ പിശാച് നമുക്ക് കുറ്റബോധം തരും. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? നിനക്ക് ജയം സാധ്യമല്ല, നിനക്ക് മാത്രമേ ജയം കിട്ടുകയില്ല. നീ ശ്രമിച്ചില്ലേ, നീ അധ്വാനിച്ചില്ലേ, നീ പലതും നോക്കിയില്ലേ, നിനക്കൊന്നും സാധിച്ചില്ലല്ലോ, നിനക്ക് ജയം കിട്ടുകയില്ല, നീ അധ്വാനിക്കണ്ട, നിനക്കത് കിട്ടാൻ പോകുന്നില്ല. കുറ്റബോധം തരിക. സാത്താൻ കുറ്റബോധം തരും. അവൻ ഒരിക്കലും ഇന്ന പാപമെന്ന് ഉറപ്പിക്കുകയില്ല. അവൻ ആകമാനം നമ്മുടെ കുറ്റവാളി എന്ന് പറഞ്ഞ് നമ്മളെ തളർത്തും. നാം നിരാശപ്പെടും, നാം ഭാരത്തിലാവും. എന്നാൽ സ്നേഹവാനായ ദൈവം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി നമുക്ക് പാപബോധം തരും. പരിശുദ്ധാത്മാവ് പാപബോധം തരുമ്പോൾ നാം ഏത് വാക്കിൽ തെറ്റി, ഏത് പ്രവൃത്തിയിൽ തെറ്റി, ഏത് നോട്ടത്തിൽ തെറ്റി, ഏത് മനോഭാവത്തിലേക്ക് തെറ്റുവന്നു കൃത്യമായി ആത്മാവ് നമുക്ക് കാണിച്ചു തരും. പാപങ്ങൾ നമ്മുടെ മുൻപിൽ നിരത്തി വെച്ച് തരും. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതായ ലംഘനങ്ങൾ, കർത്താവിനെ വേദനിപ്പിച്ചതായ പാപങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. ഈ പാവപ്പെട്ടവൻ അനുഭവിച്ച സത്യമാണ് നിങ്ങളോട് പറയുന്നത്. എവിടെയെങ്കിലും വായിച്ചു കേട്ട അറിവല്ല, കൃത്യമായി ഞാൻ അനുഭവിച്ച സത്യം നിങ്ങളുടെ മുമ്പിൽ ഹൃദയം തുറന്ന് പറയുകയാണ്. അത് തന്നെയാണ് ദാവീദ് പറയുന്നത്. എൻ്റെ പാവം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ പാവം മുമ്പിൽ നിൽക്കാൻ കാരണം? എന്താണ് ഈ പാപം ദൈവം കാണിച്ചു തരാൻ കാരണം? എബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനായിട്ട് ആകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏതു ആളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനം, ദൈവാത്മാവ് വചനം തരുമ്പോൾ, ദൈവാത്മാവിൽ നിൽക്കുന്ന ദൈവമക്കൾ വചനം തരുമ്പോൾ അത് സന്ധി മജ്ജകളെ കീറി മുറിക്കുന്നതാണ്. അത് ഹൃദയത്തെ തകർക്കുന്നതാണ്. അത് ഉൾക്കണ്ണുകളെ തുറന്നു തരുന്നതാണ്. കഴിഞ്ഞകാല പാപങ്ങളെ മുഴുവനെയും അവൻ ഓർപ്പിച്ച് തരുന്നതാണ്. അത് ഓരോ വിശ്വാസിയുടെയും അനുഭവമാണ്. അതനുഭവിച്ചൊരു ഈ വചനം കേൾക്കുന്നില്ലേ? ഒരു കാലത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം നിങ്ങളുടെ ചെവികളിൽ വന്ന് അലച്ചപ്പോൾ നിങ്ങൾ തകർന്ന് തരിപ്പളമായില്ലേ? നിങ്ങൾ താളടിയായി നിങ്ങൾ വീണില്ലേ? നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് അടർന്നടർന്ന് വീണത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാരം കെട്ടിപ്പിടിച്ചിട്ടില്ലേ? ഞാൻ ആ പാരങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഞാൻ ആ പാരങ്ങൾ ചുംബിച്ചിട്ടുണ്ട്. കർത്താവേ, നിന്നെ വേദനിപ്പിച്ച ഏറ്റവും വലിയ മഹാപാപി ഞാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനം. അത് ജീവനാണ്, ചൈതന്യമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനാണ്, ജീവിപ്പിക്കുന്നതാണ്. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഹൃദയം തുറന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമെങ്കിൽ
ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും, യാതൊരു സംശയവുമില്ല. വചനം ജീവനാണ്, വചനം ജീവിപ്പിക്കുന്നതാണ്. പിതാക്കന്മാർ പറയും, ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി ദൈവമക്കളോട് ചെല്ലുമ്പോൾ ആരാധനയുടെ പ്രധാന ഭാഗം തുടങ്ങുന്നതിന് മുൻപ് അകത്തുനിന്ന് കേൾക്കുന്നൊരു മുഴങ്ങിക്കേൾക്കുന്നൊരു വലിയ ഗീതമുണ്ട്. മോചനമതിനായി പാപികളെ വരുവീൻ യാചിപ്പീൻ, മുട്ടുന്നവർക്ക് തുറന്നിടുമേ നാഥൻ തൻ വാതിൽ. പാപിക്ക് വേണ്ടി ദൈവം വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഏത് പാപിക്കും ഓടിക്കൂടാം. അങ്ങനെ ഓരോ പാപികളും വന്ന് ഓടിക്കൂടുമ്പോൾ, പരിശുദ്ധ ദൈവാലയത്തിൽ വരുമ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ. ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണമെന്ന് മധുഹായിൽ നിന്ന് ആഹ്വാനം വരും. ഹൃദയം തുറന്ന വചനം നാം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ അവിടെ തന്നെ രക്ഷ ഒരുക്കിയിരിക്കുകയാണ്, അവിടെ തന്നെ രക്ഷ പ്രാപിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ബോധ്യമുള്ളവർക്ക്, പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന അനുഭവം ലഭിക്കുന്നവർക്ക് അവിടെ തന്നെ തുറന്നു നിൽക്കാം. അല്ലാത്തവർ ആരാധനയിൽ നിന്ന് വെളിയിലേക്ക് പോകണം. അത് നിർബന്ധമായിരുന്നു, കർശനമായിരുന്നു. ആദ്യകാലങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അന്നാ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്തവരെ ദൈവാലയത്തിന് വെളിയിലേക്ക് പോയിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥമായ ആരാധന. ദൈവത്തിന് സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹൃദയത്തിലെ ചിന്തകളെയും വിചാരങ്ങളെയും വിവേചിക്കുന്നു. നമ്മുടെ ഓരോ മനോഭാവത്തെയും വിവേചിക്കുന്നു. ദൈവം വേദനിക്കുന്ന സകല കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഞാൻ എൻ്റെ ഹൃദയം എൻ്റെ സന്നിധിയിൽ തുറന്നാലും തുറന്നില്ലെങ്കിലും ദൈവസന്നിധിയിലെല്ലാം തുറന്നിരിക്കുന്നു. എല്ലാവരും നഗ്നരും മലർന്നതുമായിരിക്കുന്നു. മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ബാക്കിയെല്ലാം മറക്ക്. ഞാൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് മറക്ക്. എൻ്റെ അടുത്ത് എവിടെ ആരായിരിക്കുന്നു എന്നുള്ളത് മറക്ക്. എന്നോട് ആരാധന വചനം പറയുന്നു എന്നുള്ളത് മറക്ക്. നമുക്ക് കാര്യമുള്ളത് അവനുമായിട്ടാകുന്നു, രക്ഷകനായ ദൈവമായിട്ടാകുന്നു. അവൻ മാത്രമാണ് നമുക്ക് രക്ഷ തരാൻ മതിയായവൻ. അവനുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. അവങ്കിലേക്ക് നമുക്ക് നോക്കാം. 32-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. 51-ാം സങ്കീർത്തനം കഴിഞ്ഞാൽ പിന്നീട് ദാവീദ് ധ്യാനിക്കുന്ന 32-ാം സങ്കീർത്തനമാണ്. അതിൻ്റെ 3-4 വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ദാവീദ് പറയുകയാണ്, തനിക്ക് പാപമോചനത്തിൻ്റെ സൗഖ്യം, രക്ഷയുടെ സന്തോഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ 1 വർഷക്കാലം ഞാൻ സ്തുതിയില്ലാതെയിരുന്നു. 1 വർഷക്കാലം ഞാൻ പാപബോധമില്ലാതെയിരുന്നു. 1 വർഷക്കാലം ഞാൻ കൊട്ടാരത്തിലിരുന്നു. എനിക്ക് ഭാര്യമാരുണ്ടായിരുന്നു, സിംഹാസനമുണ്ടായിരുന്നു, ഭരണമുണ്ടായിരുന്നു. പക്ഷേ നാവിൽ സ്തുതിയില്ലായിരുന്നു. എനിക്ക് ദൈവമായുള്ള ബന്ധമില്ലായിരുന്നു. 1 വർഷക്കാലം ഞാൻ മിണ്ടാതെയിരുന്നു. എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയാതെയിരുന്നു. ഞാൻ മൗനമായിരുന്നു. ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. സ്തോത്രം. ആ കാഴ്ചപ്പാട് ദാവീദിന് കിട്ടി. ഇന്ന് എത്ര പേർക്ക് ഈ കാഴ്ചപ്പാട് കിട്ടുന്നുണ്ട്? ദൈവമക്കളെ, വാസ്തവമായി ദൈവസന്നിധിയിലിരുന്ന്, ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന്, ദൈവം ഹൃദയം തുറന്ന് പാപബോധം കിട്ടുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നന്ദിയുടെ കണ്ണുനീർ ഉയരും. പാപമോചനം അനുഭവിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദിയുടെ സ്തുതി ഉയരും. അത് നിർമ്മലമായ സത്യമാണ്. ആർക്കും മറച്ചു വയ്ക്കാൻ വയ്യാത്ത സത്യമാണ്. ദാവീദ് ഇപ്പോഴും നമ്മോട് സംസാരിക്കുന്നു. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. നമ്മുടെ ആന്തരിക അവയവങ്ങൾ പോലും തകരുകയാണ്. ദൈവവുമായുള്ള ബന്ധമില്ലാതെ, ദൈവവുമായുള്ളതായ സംസർഗമില്ലാതെ, ആത്മാവിൻ്റെ സ്തുതിയില്ലാതെ നാം ഇരിക്കുമ്പോൾ നമ്മുടെ അസ്ഥികൾ പോലും ക്ഷയിച്ചു പോവുകയാണ്. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി.
രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, ദൈവമായുള്ള ബന്ധമില്ലാതെ ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് പാപഭാരം വരികയാണ്. പാപത്തിൻ്റെതായ ഭാരം എന്നെ അലട്ടുകയാണ്. ദൈവിക സമാധാനം എനിക്കില്ല. പാപഭാരമാണ് എനിക്കുള്ളത്. ദൈവക്കളെ, നിങ്ങൾക്ക് ശാന്തമായി ചിന്തിക്കാം. പുറമേ ഒരു കുഴപ്പവുമില്ല. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, നല്ല വീടുണ്ട്, വരുമാന മാർഗങ്ങളുണ്ട്, നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഹൃദയത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടോ? ക്രിസ്തു തരുന്ന സാക്ഷാൽ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? ലോകം തരാത്ത സമാധാനം, ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം, നിത്യമായ സമാധാനം. ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ദാവീദ് സ്വന്തം അനുഭവമാണ് പറയുന്നത്. ഒരു വർഷക്കാലം കൊട്ടാരത്തിലെ സിംഹാസനത്തിരുന്ന ദാവീദ് പറഞ്ഞു, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ഹൃദയം തുറന്നു പറയുകയാണ്, സമൂഹത്തോട് പറയുകയാണ്, ഇന്നത്തെ തലമുറയോട് പറയുകയാണ്. ഇന്നത്തെ തലമുറയെ നിങ്ങൾ ഹൃദയം തുറന്നു കേൾക്കുമോ? രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നതുപോലെ പറ്റിപ്പോയി. അനുഭവിച്ചു. സകല വേദനാ വിഷയങ്ങളും ദാവീദ് അനുഭവിച്ചു. പാപത്തിൻ്റെ ഭാരം അനുഭവിച്ചു. എന്നാൽ ദാവീദ് തൻ്റെ ഭാരങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തത്, തനിക്ക് പാപമോചനം തന്നത് ദാവീദ് അറിഞ്ഞു. ദാവീദ് അനുഭവിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് 38-ാം സങ്കീർത്തനം എടുക്കാം. 38-ാം സങ്കീർത്തനത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. ദാവീദ് പറയുന്ന ഈ അനുഭവത്തിലാണോ ദൈവത്തിലെ നീ ഇന്ന് ജീവിക്കുന്നത്? ശാന്തമായി ഒന്ന് കണ്ടെത്തൂ. നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സ്വതന്ത്രനാക്കുവാൻ, നിന്റെ പാപഭാരം ഏറ്റെടുത്ത് നിനക്ക് ആശ്വാസം തരാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലുണ്ട്. നീ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവർ. അനുഭവിക്കുന്ന ഒരു എളിയ ദാസനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കും അത് അനുഭവിക്കാം, സൗജന്യമായി അനുഭവിക്കാം. നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ ഒരു പൈസ പോലും ദൈവത്തിന് കൊടുക്കണ്ട. സൗജന്യമായി നിങ്ങൾക്ക് അനുഭവിക്കാം. ദാവീദ് പറഞ്ഞു, ഞാൻ ആ പാപമോചനം അനുഭവിക്കാതെ ഇരുന്നപ്പോൾ എന്താണ് എൻ്റെ അനുഭവം? എന്താണ്? അതാണ് നാം വായിച്ച് കേട്ടത്. 38-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം മുതൽ. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നീ എന്നെ നോക്കുമ്പോൾ നിന്റെ അസ്ത്രങ്ങൾ എൻ്റെ മേൽ തറയ്ക്കുകയാണ്. നിന്റെ കൈ, നിന്റെ വചനം എനിക്ക് ഭാരമാവുകയാണ്. നിന്റെ വചനം എൻ്റെ നാവിൽ സ്തുതിയല്ല, എനിക്ക് സന്തോഷമല്ല. നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസഹേതുവായി എൻ്റെ ദേഹത്തിന് സൗഖ്യമില്ല, എൻ്റെ ശരീരത്തിന് പോലും സൗഖ്യമില്ല. എൻ്റെ പാപഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് അനേകരുടെ അവസ്ഥ ഏതാണ്? ഈ ലോകത്തിലെല്ലാം ഉണ്ട്, ഈ ലോകത്തിലെ സകല സമൃദ്ധിയുമുണ്ട്. പക്ഷേ ഹൃദയ സ്വസ്ഥമല്ല, ഹൃദയ സമാധാനമല്ല, നന്ദി ഹൃദയത്തിലില്ല, ദൈവ ഭയമില്ല, കണ്ണുനീരിൻ്റെ അനുഭവമില്ല. അനേകരുടെ അനുഭവം തന്നെയാണ്. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അതെൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. പാപത്തിൻ്റെ ഭാരം പേറിക്കൊണ്ട് നടന്ന ഒരു കാലം സങ്കീർത്തനക്കാരനായ ദാവീദിനുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എസ്രായുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ എസ്രാ ദൈവസന്നിധിയിൽ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്. യെരൂശലേം ദേവാലയം തകർന്നുപോയി. ആ സമയത്ത് എസ്രാ തൻ്റെ വസ്ത്രം പറിച്ച് കീറി തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് എസ്രാ പ്രാർത്ഥിക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകിയിരിക്കുന്നു, ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. കർത്താവേ, ഈ ദേവാലയം തകർന്നു പോകാൻ കാരണം ഞങ്ങളുടെ പാപങ്ങളാണ്, ഞങ്ങളുടെ അകൃത്യങ്ങളാണ്. ഞങ്ങളുടെ അകൃത്യങ്ങൾ ആകാശത്തോളം എത്തിയിരിക്കുന്നു.
എന്നാൽ പ്രിയപ്പെട്ടവർ, ദാവീദിൻ്റെ ഭാഗ്യം എന്താണ്? നാഥാൻ പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് വന്ന് ദാവീദിനോട്, ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാവബോധം കിട്ടിയ ദാവീദ്, നാഥാൻ പ്രവാചകന്റെ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന ദാവീദ്, പാപങ്ങളെല്ലാം കാണാൻ തുടങ്ങിയ ദാവീദ്, നാഥാൻ പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞു. 2 ശമൂവേൽ 12-ാം അധ്യായം 13-ാം വാക്യം. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ അതിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല എന്ന് പറഞ്ഞു. സ്നേഹവാനായ ദൈവം. ദാവീദ് ഒറ്റയ്ക്കൊരു വാചകമേ പറഞ്ഞുള്ളൂ. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയായ കാഴ്ചപ്പാട്. ദാവീദ് പാപം ചെയ്തത് ബേർശേബയോടാണ്. ദാവീദ് പാപം ചെയ്തത് ഊരിയാവിനോടാണ്. എന്നാൽ ദാവീദിൻ്റെ കാഴ്ചപ്പാട് കണ്ടോ? ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ധ്യാനിക്കുന്ന ആത്മാവ്, നിങ്ങൾ ദൈവത്തെയാണ് വേദനിപ്പിച്ച് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ആ ഒരൊറ്റ വാചകം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാഥാൻ ദാവീദിനോട് പറഞ്ഞു, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. സ്തോത്രം. ഈ വാക്കുകൾ നമുക്കും കേൾക്കണം. കർത്താവിൻ്റെ ഉള്ളത്തിൽ നിന്ന് ഈ വാക്കുകൾ നമുക്കും കേൾക്കണം. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം, നമുക്ക് ദൈവസന്നയിൽ താഴാം. താരോട് പറയാം, കർത്താവേ, ഞാൻ കൊടുമ്പാവിയെ ഞാൻ സംഭരിക്കുന്നു, ക്ഷമിക്കണമേ, എല്ലാ പാപങ്ങളും പൊറുക്കണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ മുറിഞ്ഞ കരങ്ങളിപ്പോൾ എൻ്റെ മേൽ വയ്ക്കണമേ, ഞങ്ങളെ പാപത്തിൽ നിന്ന് കഴുകി ഞങ്ങളെ വിടുവിക്കണമേ, രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ, രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ, മാനവും മോഹത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.